ശ്രീകുമാർ മനയിൽ ഇന്നത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളുടെ ചോര ഒന്നാണ്, ഇപ്പോൾ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഹിന്ദു ഐക്യം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന പോസിറ്റീവ് നോട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സുകുമാരൻ നായരെ ഒരു തരത്തിലും തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് പ്രതികരിക്കാൻ ശക്തിയും ചങ്കുറപ്പും നൽകിയത് സുകുമാരൻ നായരാണ് എന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹം നിഷ്കളങ്കനും നിസ്വാർത്ഥനും മാന്യനുമായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും നമ്മൾ തള്ളിപ്പറയുകയോ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹം ആഹ്വാനവും കൂടി ചെയ്തു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പിൽ ആ ഐക്യം സംഭവിക്കുമെന്ന്. അഭിലാഷ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് അഭിലാഷ് പൂർത്തിയാക്കാൻ സമയമുണ്ടായില്ലായിരിക്കാം, ഞാൻ അത് ഒന്നുകൂടെ പറയാം. ഈ NSS SNDP ഐക്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഡിസൈൻ അല്ല, അത് RSSൻ്റെ ഡിസൈനാണ്. അപ്പോൾ RSS നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ വെള്ളാപ്പള്ളിക്ക് പ്രതികരിക്കാൻ കഴിയൂ. സുകുമാരൻ നായർക്കെതിരെ ഒരക്ഷരം മിണ്ടരുത് ഇക്കാര്യത്തിൽ എന്നുള്ള നിർദ്ദേശം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സുകുമാരൻ നായർക്കെതിരെ ഒരക്ഷരം ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ NSSൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ പ്രകടനം നടത്തി മറ്റേ പന്തം കത്തിച്ച് അതിനപ്പുറത്തേക്ക് എറിഞ്ഞ ആളുകൾ ആ ഒരു സംഭവം വരെ പണ്ട് SNDPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഇപ്പോൾ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിക്കുന്നത് നിങ്ങൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചോ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ BJP ഉപയോഗിക്കുന്നത്, RSS ഉപയോഗിക്കുന്നത് 2026 ഇവിടെ UDF ഭരണം വരാതിരിക്കാനാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം 2026 ഇവിടെ വരരുത്. അത് വെള്ളാപ്പള്ളി നടേശനേക്കാൾ ആവശ്യമുള്ളത് RSSനും BJPക്കുമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു സംസ്ഥാനം കൂടെ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളത് ആ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ആ ചൈതന്യവും ഊർജ്ജവും എന്താണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലെങ്കിലും മോഡിക്ക് നന്നായിട്ട് അറിയാം, അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ശ്രമിക്കുന്നത്. അത് എന്ത് വില കൊടുത്തും പിണറായിയൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ഗുണഭോക്താവ് മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ ഒരു കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഒന്നുമല്ല ഇതിന്റെ പിന്നിലെ വിഷയം. കൊണ്ട് അവസ്ഥയിൽ കൊണ്ടുവന്ന അതൊന്നുമല്ല. അതൊക്കെ ഐക്യം പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ VD സതീശനോടുള്ള NSSന്റെ സമീപനത്തിലൊരു മാറ്റവുമില്ല. ഇന്ന് മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ VD സതീശനെ കുറിച്ച് എന്താ സുകുമാരൻ നായർ പറയുന്നത്? VD സതീശൻ കാണിക്കുന്നത് മുഴുവൻ വർഗീയതയാണ്. നാട് നീളെ നടന്ന് VD സതീശൻ കാണിക്കുന്നത് മുഴുവൻ വർഗീയതയാണ്. VD സതീശൻ വർഗീയവാദിയാണെന്നാണ് ഈ ഐക്യം തകർന്നാലും ഇല്ലെങ്കിലും സുകുമാരൻ നായരുടെ അഭിപ്രായം ഇന്നും അങ്ങനെ തന്നെയാണ്. അല്ല അഭിലാഷ്, ഈ സുകുമാരൻ നായരല്ലേ തന്നെയല്ലേ പറഞ്ഞത് VD സതീശൻ 1 മണിക്കൂർ തന്റെ മുന്നിൽ വന്നിരുന്നു എന്ന് പറഞ്ഞത്? സുകുമാരൻ നായർ തന്നെയല്ലേ പറഞ്ഞു 1 മണിക്കൂർ എന്റെ മുന്നിൽ വന്നിരുന്നു സഹായിക്കണം എന്ന് പറഞ്ഞത്? സുകുമാരൻ നായർ തന്നെയല്ലേ പറഞ്ഞത്? ഇത് തന്നെ അദ്ദേഹം തന്നെ അതല്ല ഞാൻ പറയുന്നത് എന്താണ്, ഈ സുകുമാരൻ നായർ തന്നെ പറയുന്നത് VD സതീശൻ എന്റെ മുന്നിൽ വന്നിരുന്നു എന്നുള്ളത്. അപ്പൊ പിന്നെ ഇത് റദ്ദായി പോയില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? വീട്ടിൽ പോയിരുന്നത് 2021 അതാണ് തിണ്ട നിരങ്ങി എന്നൊക്കെ പറഞ്ഞത് 2021. ഇപ്പൊ പറയുന്നു, അതായത് മറ്റ് സാമുദായിക സംഘടനകളുടെ വേദികളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചോ മറ്റോ ആവാം. എന്തായാലും VD സതീശൻ പറയുന്നത് വർഗീയതയാണെന്നുള്ളത് ഇപ്പോഴത്തെ അഭിപ്രായം. മറ്റേത് 2021 കാര്യം. അഭിലാഷ, ഇത് ഈ VD സതീശൻ ഈ പറയുന്ന കാന്തപുരത്തിന്റെ വേദിയിൽ സംസാരിച്ചത് സുകുമാരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല എന്ന് സുകുമാരൻ നായർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൽ അദ്ദേഹം ചാടിക്കയറി പിടിക്കുകയുമില്ല. ഈ VD സതീശൻ തന്നെ കാണാൻ വന്നു എന്നുള്ളത് സുകുമാരൻ നായർ പറയുമ്പോൾ തന്നെ നേരത്തെ കാര്യങ്ങൾ റദ്ദായി കഴിഞ്ഞു. പിന്നെ എന്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളച്ചൊടിച്ചിട്ട് വേറെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ വലിയ അപകടമായിരുന്നു. ഈ അപകടത്തെ തിരിച്ചറിയാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ നമ്മൾ ഈ പറയുന്നില്ല, ഈ ട്രെയിൻ വന്നത് കാണാതെ കാറ് വന്നിടിക്കുമെന്ന് പേടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് 2026 കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള RSSന്റെ അജണ്ട തന്നെയാണത്. ആ അജണ്ടയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് പിണറായി വിജയനും അതാണ് ഇതിൻ്റെ അതെന്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, എന്തുകൊണ്ട് സുകുമാരൻ നായർ അതിൽ നിന്ന് പിന്മാറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ട് പിന്മാറി എന്ന് വച്ചാൽ SNDP ഓൾറെഡി ഇപ്പോൾ RSSന്റെ കയ്യിലായി കഴിഞ്ഞു. ഇനി NSS കൂടെ RSSന്റെ കയ്യിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാമോ? ഇതിന്റെ സ്വതന്ത്രമായ അസ്തിത്വം നഷ്ടപ്പെടും. അതിനെ തലവെച്ച് ഓടിക്കാൻ സുകുമാരനാർക്ക് പറ്റില്ല എന്ന് അദ്ദേഹം അടുപ്പക്കാരൻ മുഴുവൻ പറഞ്ഞു. അല്ലാതെ കോൺഗ്രസിൽ എന്തെങ്കിലും വിഷയങ്ങളെ അല്ല അതിനെ വളച്ചൊടിച്ചിട്ട് ആ അവസ്ഥയ്ക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. വെറുതെ പാവം VD സതീശൻ അല്ലേക്കൊന്നും ഒന്നും വെക്കണ്ട. ഇത് യഥാർത്ഥത്തിൽ RSSന്റെ ഡിസൈനാണ്. അതിന് RSSന്റെ ഡിസൈനെ സുകുമാരൻ നായർ പ്രതിരോധിച്ചതാണ് നിങ്ങൾ കണ്ടത്. ആ അർത്ഥത്തിൽ അതിന് എടുത്താൽ മാത്രമേ സമ്പൂർണ്ണമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയൂ.